കൃഷ്ണൻ 16,200 പേരെ സംരക്ഷിച്ചു, കല്യാണം കഴിച്ചു എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു നടക്കുന്നത് നല്ല ബോധം വേണ്ടേ? ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ അറിയും. ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? താലി കെട്ടിയ ആളല്ലേ ഭർത്താവ്? അല്ല, നമ്മളെ ആരാണോ ഭരിക്കുന്നത് അവരാണ് നമ്മുടെ ഭർത്താവ്. കൃഷ്ണൻ എന്ന് പറഞ്ഞ കേവലം ഒരു വ്യക്തി മാത്രമല്ല, ഒരു ഗവൺമെന്റ് കൂടിയാണ്. ഇന്നും ആ കൃഷ്ണൻ എടുത്തതായ നിയമവ്യവസ്ഥ ഇന്നും ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആരും ഇല്ലാത്തവരെ ആര് സംരക്ഷിച്ചോളണം? ഗവൺമെന്റ് ദത്തെടുക്കണം, സംരക്ഷിക്കണം. അച്ഛനമ്മ ആത്മഹത്യ ചെയ്തു, കുട്ടികള് അനാഥരായി എങ്കിൽ എന്ത് ചെയ്യും? ഗവൺമെന്റ് ആ കുട്ടികളെ ഏറ്റെടുക്കും, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും, അവർക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കും. അവരെ ആരെങ്കിലും തൊട്ടാൽ ജാമ്യമില്ലാത്ത വകുപ്പാണ്. എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രശ്നം. ഈ വ്യക്തിയെ എനിക്കറിയില്ല. അയാളായിട്ട് എന്തോ പ്രശ്നമുണ്ടായി. ഞാൻ അയാളുടെ കോളമ കയറി പിടിച്ചു. 5-10 മിനിറ്റ് കഴിഞ്ഞില്ല, പോലീസ് ജീപ്പ് വന്നു എന്നെ കയറ്റിക്കൊണ്ടായി. അപ്പോഴാണ് ഇയാൾ ഗവൺമെന്റ് ഏറ്റെടുത്ത വ്യക്തിയാണ്. ഇയാൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ജാമ്യമില്ല. അപ്പോഴാണ് ഈ നിയമവ്യവസ്ഥയെ നമ്മൾ അറിയുന്നത്. നരകാസുരന്റെ കൊട്ടാരത്തിൽ നിന്ന് നരകാസുരനെ വധിച്ച 16,200 സ്ത്രീകളും ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ അനാഥരാണ്, അങ്ങനെ അനാഥരാണ്, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദ്വാരകയിലെ ഗവൺമെന്റായ കൃഷ്ണന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് അവർ ഏറ്റെടുക്കുകയാണ്, കൃഷ്ണൻ ഏറ്റെടുക്കുകയാണ്. എല്ലാവർക്കും ഓരോ ഗൃഹം വെച്ച് അവരെ അവിടെ താമസിപ്പിച്ചു. അപ്പൊ അവരുടെയൊക്കെ ഭർത്താവ് ആരാണ്? കൃഷ്ണനാണ്. ഇങ്ങനെയൊക്കെ യുക്തിയോടുകൂടി കഥകളിൽ